ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, അതായത് ഇംഗ്ലണ്ടിലെ വിപ്ലവം നമുക്ക് പഠിക്കാനുള്ള സുപ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് അല്ലേ? അപ്പൊ ആ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കണേ. നോക്കാം നമുക്ക്. ആദ്യത്തെ പോയിന്റ്, വിപ്ലവം നടന്ന വർഷം 1685 അതായത് ഇംഗ്ലണ്ടിലെ വിപ്ലവം നടന്നത് എപ്പോഴാണ്? 1685 ശരി ഉത്തരാണോ? ശരിയാണോ? ശരിയല്ല. അതായത് ഇംഗ്ലണ്ടിൽ വിപ്ലവം നടന്നത് 1688 എപ്പോഴാണ്? 1688. അടുത്തത് നോക്കാം. രക്തരഹിത വിപ്ലവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശരിയാണ്. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാംപ്ഡൻ ആണ്. അതും ശരിയാണ്. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് ഇത്. ശരിയാണ് അല്ലെ? അപ്പോ 1688 നടന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത് അല്ലെ? നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ? അതായത് ഇംഗ്ലണ്ടിലെ ഈ മഹത്തായ വിപ്ലവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 1688 വിപ്ലവത്തോട് കൂടിയിട്ട് രാജാധികാരം അല്ലെങ്കിൽ രാജാവിന്റെ അധികാരം പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും എല്ലാ അധികാരവും പാർലമെന്റിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മഹത്തായ വിപ്ലവം എന്ന് ജോൺ ഹാംപ്ഡനെ പോലെയുള്ളവർ വിലയിരുത്തുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക അല്ലെ? അതായത് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണിത്. ഏതാണ് ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നോക്കൂ, ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് ഹെൻറി ഒന്നാമൻ. ആണോ? ഹെൻറി ഒന്നാമനാണോ ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത്? അല്ല. ആരാണ്? ഹെൻറി ഏഴാമൻ ആണ്. ഹെൻറി ഒന്നാമൻ അല്ല, ഹെൻറി ഏഴാമനാണ് ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്. രണ്ടാമത്തെ, ട്യൂഡർ വംശത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1485 മുതൽ 1603 വരെയാണ്. അത് ശരിയാണ്. ശരിയല്ലേ? അടുത്തത് നോക്കൂ, ട്യൂഡർ വംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശമാണ് ആംഗ്ലിക്കൻ വംശം അല്ലെ? ട്യൂഡർ വംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശമാണ് ആംഗ്ലിക്കൻ വംശം അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്. ശരിയാണോ? ഇത് തെറ്റാണ്. ഏതാണ് ട്യൂഡർ വംശത്തിന് ശേഷം ഭരണം ഇംഗ്ലണ്ടിൽ നടത്തിയത്? ആരാണ്? അത് സുവോട്ട് വംശമാണ്. ആരാണ്? സുവോട്ട് വംശം ആണ്. സുവോട്ട് വംശമാണ്. ഓക്കെ, വിപ്ലവകാലത്തെ സ്റ്റുവർട്ട് ഭരണാധികാരികളായിരുന്നു ചാൾസ് ഒന്നാമൻ. ശരിയല്ലേ? വിപ്ലവകാലത്തെ സ്റ്റുവർട്ട് ഭരണാധികാരി ആരായിരുന്നു? ചാൾസ് ഒന്നാമനാണ്. അത് ശരിയാണ്. ആരൊക്കെയോ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ശ്രീജ, സിനി, രജീന, ലിജി, ആഷ്, ഇതെല്ലാം ശരിയുത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ? സുവട്ട് അല്ല, സ്റ്റുവർട്ട് വംശം. ഓക്കെ, സ്റ്റുവർട്ട് അല്ലെ? അപ്പൊ ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസ്താവന. ഇന്ന് എന്താ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? തെറ്റായവ തിരഞ്ഞെടുക്കണം അല്ലെ? ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന? 1ഉം 3ഉമാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെൻറി ഏഴാമനാണ് ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത്. അത് മാത്രമല്ല, ട്യൂഡർ ഭരണത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ അതിനുശേഷം ഭരിച്ചിരുന്നത് സ്റ്റുവർട്ട് വംശം ആയിരുന്നു. സ്റ്റുവർട്ട് വംശമാണ് കേട്ടോ. അപ്പൊ 1ഉം 3ഉമാണ്
തെറ്റായ പ്രസ്താവനകൾ. ശരിയല്ലേ? അടുത്ത ചോദ്യം. അടുത്തത്, കോമൺവെൽത്ത് കാലഘട്ടത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അല്ലെ, കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് കോമൺവെൽത്ത്. ആരായിരുന്നു കോമൺവെൽത്ത് കാലഘട്ടം? ഓപ്ഷൻ എ ആണ് നമ്മളുടെ ശരി ഉത്തരം. ഒലിവർ ക്രോംവെൽ ആണ് കോമൺവെൽത്ത് കാലഘട്ടത്തിന് നേതൃത്വം കൊടുത്തത്. അല്ലെ, സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാലമാണ്. അതുപോലെ തന്നെ ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ് ആരറിയപ്പെട്ടിരുന്നത്? ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ടിരുന്നത്. അല്ലെ, ഒലിവർ ക്രോംവെല്ലിന്റെ അദ്ദേഹം മാത്രം അടങ്ങിയ ഒരു പാർലമെന്റ് ആയിരുന്നു. എന്ത് പാർലമെന്റ്? റാം പാർലമെന്റ് എന്ന് പറയുന്നത്. അല്ലെ, അത് മാത്രമല്ല, അവശിഷ്ട പാർലമെന്റ് എന്നറിയപ്പെടുന്ന ആ ഒരു സങ്കല്പം, അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നറിയപ്പെടുന്നത് എന്ത് പാർലമെന്റ് ആണ്? ഈ ഒലിവർ ക്രോംവെല്ലിന്റെ റാം പാർലമെന്റ് ആയിരുന്നു. ശരിയല്ലേ? കുറെ പേര് ഓപ്ഷൻ എ ആണ് പറഞ്ഞത്. എല്ലാവരും ശരി ഉത്തരം പറഞ്ഞു. ഓക്കെ, വെൽ ഡൺ. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവയിൽ നിന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പലതവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ശരിയായ ജോഡി ചേർക്കുക. ആവിയന്ത്രം, സ്പിന്നിങ് ജെന്നി, ഫ്ലൈയിങ് ഷട്ടിൽ, ലോക്കോമോട്ടീവ്, ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് എന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്താൽ, മാച്ച് ചെയ്താലായിട്ട് മതി. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആണോ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ തന്നെയാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. അല്ലെ, നോക്കൂ, ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട് ആണ്. അല്ലെ, ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആണ്. സ്പിന്നിങ് ജെന്നിയോ? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസണിന്റെ സംഭാവനയാണ്. ഉറപ്പല്ലേ? അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ആവിയന്ത്രം ജെയിംസ് വാട്ട് ആണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ആണ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീവൻസൺ ആണ്. ഓപ്ഷൻ എ ആണ് ഇതില് ശരി ഉത്തരമായിട്ട് വരുന്നത്. അല്ലെ, പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട പല വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നത് ഈ പറയുന്ന കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഈ കണ്ടുപിടുത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരും എല്ലായ്പ്പോഴും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം, വ്യാവസായിക വിപ്ലവം സംബന്ധിച്ച വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കാം അല്ലെ, നോക്കൂ, യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം വ്യവസായ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയാണോ? ശരിയാണ്. അല്ലെ, യന്ത്രങ്ങൾ എത്രത്തോളമാണ് മനുഷ്യ പുരോഗതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സഹായിച്ചത്, അല്ലെങ്കിൽ ആ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാവസായിക വിപ്ലവത്തിന് അന്നും ഇന്നും പ്രശസ്തി ഉള്ളത്. രണ്ടാമത് നോക്കൂ, വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭമാണ് പീറ്റർലൂ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയാണോ? ശരിയാണ്. അല്ലെ, വിപ്ലവത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് പീറ്റർലൂ കൂട്ടക്കൊല. ഇനി അടുത്തത്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നത് വ്യാവസായിക വിപ്ലവത്തെ ആസ്പദമാക്കിയുള്ള മോത്തിലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. ശരിയാണോ? തെറ്റാണ്. ഗ്ലിംസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റേതാണ്. അല്ലെ, ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റേതാണ്. മോത്തിലാൽ നെഹ്റു അല്ല. ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ്. അല്ലെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ശതവത്സര യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ശതവത്സര യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ശതവത്സര യുദ്ധം എന്താണെന്ന് അറിയാലോ? അതായത് 1337 മുതൽ 1453 വരെയായിരുന്നു ഈ ഒരു ശതവത്സര യുദ്ധം.
അല്ലെ? ശതവത്സര യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ഏതാണ് ശതവത്സര യുദ്ധവുമായി ബന്ധപ്പെട്ടത്? ഇംഗ്ലണ്ടും ഫ്രാൻസുമായിരുന്നു ശതവത്സര യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ശക്തികൾ, അല്ലെ? അതായത് ഈ ശതവത്സര യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വനിത ജോവാൻ ഓഫ് ആർക്ക് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജോവാൻ ഓഫ് ആർക്ക്. ഓക്കെ, എ ആണ് ശരി ഉത്തരം. ഇംഗ്ലണ്ടും ഫ്രാൻസും ശതവത്സര യുദ്ധത്തിൽ ഏർപ്പെട്ടു. അടുത്ത ചോദ്യം പ്രകാശവുമായിട്ട്, നമ്മുടെ ഫിസിക്സിലെ ടോപ്പിക്കായ പ്രകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് പ്രകാശവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്ന് കണ്ടെത്തുക. അല്ലെ? അവരെല്ലാട്ടോ, അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ശരിയായ പ്രസ്താവനയാണ്. ശരിയല്ലാത്തെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാറിപ്പോകും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് പ്രകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതാണ്? പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. ശരിയാണോ? ശരിയാണ്. അടുത്തത്, ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എന്നത് എത്രയാണ്? 3x10⁸ km/s ആണ്. ശരിയല്ലേ? അതും ശരിയാണ്. അടുത്തത് നോക്കൂ, പ്രകാശത്തിന് ശബ്ദത്തെ പോലെ തന്നെ സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? ഒരു മാധ്യമം ആവശ്യമാണ്. ശരിയാണോ? തെറ്റാണ്. മാധ്യമം ആവശ്യമില്ല, അല്ലെ? പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് ഒരു പ്രത്യേക മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയമാണ് 6 മിനിറ്റ്, അല്ലെ? 8 മിനിറ്റ് 20 സെക്കൻഡ്. 8 മിനിറ്റും 20 സെക്കൻഡും ആണ്. ഇത് 6 ആയി പോയതാണ്. 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. ശരിയാണോ? അതും ശരിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 8 മിനിറ്റ് 20 സെക്കൻഡ് അതിന് പകരമായിട്ട് 500 സെക്കൻഡ് എന്ന് വേണമെങ്കിലും പറയാം. അതും ശരി തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. ഏതാണ് ഇവിടെ ഓപ്ഷൻ? ഏത് ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്? ഇത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത 3x10⁸ m/s. അതുപോലെ പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റും അതുപോലെ തന്നെ 20 സെക്കൻഡും 500 സെക്കൻഡ് എന്ന് വേണമെങ്കിലും പറയാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം. അടുത്ത ചോദ്യം, ജലം, ഗ്ലാസ്, വജ്രം, വായു എന്നീ മാധ്യമങ്ങളിലൂടെ പ്രകാശ സാന്ദ്രത കൂടി വരുന്ന രീതിയിലുള്ള ശരിയായ ക്രമീകരണം രേഖപ്പെടുത്തുക. ഓക്കെ, ജലം. അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശത്തിന്റെ സാന്ദ്രതയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പ്രകാശ സാന്ദ്രതയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. അതായത് നമുക്കറിയാം, പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം ആ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രകാശ സാന്ദ്രത എന്ന് പറയണത്, അല്ലെ? അപ്പൊ ആ പ്രകാശ സാന്ദ്രത കൂടി വരുന്ന രീതിയിലുള്ള മാധ്യമം, അത് ആ ഒരു ക്രമീകരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വേഗം പറഞ്ഞോ, ശരിയുത്തരം ഏതാന്ന്? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണ് നമ്മളുടെ ശരിയുത്തരം, അല്ലെ? വായു. ഏതാണ്? വായു, ജലം, ഗ്ലാസ്, വജ്രം, അല്ലെ? അതായത് ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗത എത്രയാണ്? 3x10⁸ m/s ആണ്, അല്ലെ? ശൂന്യത എന്ന് പറഞ്ഞാൽ വായു, അല്ലെ? വായുവിലൂടെ എത്രയാണ്? 3x10⁸ m/s ആണ്. ഉറപ്പല്ലേ? ഇനി ജലത്തിലൂടെയുള്ള പ്രകാശ വേഗത എത്രയാണ്? ജലത്തിലൂടെ 2.25 × 10⁸ ആണ്. ഓക്കെ, ഇനി ഗ്ലാസ്സിലൂടെ ആണെങ്കിലോ? ഗ്ലാസ്സിലൂടെ 2 × 10⁸ ആണ്. വജ്രത്തിലൂടെ ആണെങ്കിലോ? വജ്രത്തിലൂടെ 1.25 × 10⁸ ആണ്. അപ്പൊ ഈ ഒരു ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്.
ഓക്കെ, പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലായിരിക്കും, അതായത് വായുവിലാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? അത് വജ്രത്തിലാണ്. ലിയോൺ ഫുക്കോൾട്ട് ആണ് ഇങ്ങനെ ഒരു പ്രകാശ വേഗതയെ കുറിച്ചുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വിലയിരുത്തണേ. വേഗം നോക്കിക്കോളൂ. സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രതിപതനം. ശരിയല്ലേ? ശരിയാണ്. ക്രമപ്രതിപതനം നടക്കുന്ന വസ്തുക്കളാണ് കണ്ണാടി, സ്റ്റീൽ പാത്രം മുതലായവ. ശരിയല്ലേ? ശരിയാണ്. ശരിയാണോ? അടുത്തത്, ക്രമരഹിതമായ പ്രകാശ പ്രതിപതനത്തെ വിസരിത പ്രതിപതനം എന്നാണ് പറയുന്നത്. അതും ശരിയാണ്. നോക്കൂ, അടുത്തത്, വിസരിത പ്രതിപതനം നടക്കുമ്പോൾ പ്രതിബിംബം രൂപീകരിക്കില്ല. ശരിയല്ലേ? ശരിയാണ്. നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് അതായത് നമുക്കറിയാം, പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറഞ്ഞാല് വസ്തുക്കളിന്റെ പ്രതലത്തിൽ പ്രകാശം തട്ടിയിട്ട് എന്താ പറയാ ആ ഒരു മാധ്യമത്തിലോട്ട് തന്നെ അത് തിരിച്ചു വരുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രതിപതനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു പ്രതിപതനം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എവിടെ പ്രയോജനപ്പെടുത്തുന്നത്? സിനിമാ തിയേറ്ററിൽ അല്ലെങ്കിൽ സിനിമാ ഹാളിലൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി എന്താ ക്രമപ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആ പേര് പറയുന്ന പോലെ തന്നെ മിനുസമുള്ള പ്രതലത്തിൽ തട്ടി ക്രമമായിട്ട്, അതായത് ഒരു ആവർത്തിച്ച് പിന്നെ ഒരു നിശ്ചിതമായിട്ടുള്ള ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും സംഭവിക്കുന്നതാണ് ക്രമാവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ക്രമമില്ലാണ്ട് ക്രമരഹിതമായതാണ് വിസരിത പ്രതിപതനം എന്ന് പറയുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നിത്യജീവിതത്തിലെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് തിരിച്ചറിയുക. ഇതും പലതവണ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നോക്കിക്കോളൂ, ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. കിട്ടിയോ? വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ ഉപയോഗിക്കുന്നു. ക്യാമറയോടനുബന്ധിച്ചുള്ള ടച്ച് സ്ക്രീനിൽ ഉപയോഗിക്കുന്നു. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഇതാണ്. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? വേണമെങ്കിൽ ഞാനൊരു ക്ലൂവും കൂടെ തരാം. അക്വേറിയത്തിന്റെ അടുത്തിട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കാൻ കാരണം ഇതാണ്. കിട്ടിയോ? കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ട്ടാ. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്. പൂർണ്ണാന്തര പ്രതിപതനമാണ്, അല്ലെ? നിത്യജീവിതത്തില് ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പ്രകാശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. എന്താണത്? അതായത് പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന്, അതായത് കുറഞ്ഞ മാധ്യമത്തിലേക്ക് അപവർത്തനത്തിന് വിധേയമാകാതെ അതേ ഭാഗത്ത് തന്നെ പ്രതിഫലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുക, അല്ലെ? അക്വേറിയത്തിന്റെ അടുത്തടുത്ത ജലോപരിതലത്തിന് മുകളിൽ കാണാനായിട്ട കാരണം എന്ത് തന്നെയാണ്? അതും ഈ ഒരു പൂർണ്ണാന്തര പ്രതിപതനമാണ്. മറക്കാതിരിക്കുക. ഈ എല്ലാ നിത്യജീവിതത്തിലെ സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ അക്വേറിയത്തിന്റെ അടുത്തടുത്ത ജലോപരിതലത്തിൽ പ്രതിപദിക്കാനും എല്ലാത്തിനും കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഒരിക്കലും മറക്കരുത്, പൂർണ്ണാന്തര പ്രതിപതനം.